വാസ്തുവിന് മതമുണ്ടോ? പണ്ട് ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോ എല്ലാരും കൂടി ഒരു സ്കൂളിൽ താമസിച്ചില്ലാണ്. അന്നൊരു മതവും ജാതിയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലത്തെ നാരായണൻ നമ്പൂരിയും ഇപ്പോഴത്തെ റഹീമിക്കയും എല്ലാരും ഒരുമിച്ച് സ്കൂളിൽ ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലേ. കൊറോണ വന്നപ്പോഴും അങ്ങനെ തന്നെ ആയി അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് വയറ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ്റെ ഉള്ളിൽ കുത്തുക എന്ന് പറയും. അതാണ് ഈ ജാതിയും മതമൊക്കെ. എൻ്റെ അടുത്ത് എല്ലാ ക്ലയൻസും വരാറുണ്ട്. ഇവൻ പള്ളിയിലച്ചന്മാരും വരാറുണ്ട്, അതുപോലെ തന്നെ നമ്പൂതിരിമാരും വരാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൽ നല്ല മുസൽമാനായിട്ടുള്ള ആളുകളും സ്റ്റുഡൻസ് ഉണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു, സ്കൂളിൽ നിന്ന് ജാതിയും മതം ഒഴിവാക്കാൻ. ശരിക്കും റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. നല്ലതാണ്. കേരളത്തിൽ എന്നാണാവോ ഇതാകുക, പക്ഷെ കേരളത്തിൽ ഒരിക്കലും ആക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ മതവും ജാതിയൊക്കെ വേണേ. എന്നാലേ ഉള്ളൂ കുറെ ആളുകൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സാധാരണക്കാരനെ ഉപയോഗപ്പെടുത്തും. ഗുരുജി, കേരളത്തില് പൊതുവെ കണ്ടിട്ടുള്ളതാണ് ഒരു തെറ്റിദ്ധാരണയാണ് ഈ വാസ്തു ചില മതപരമായിട്ടാണ് വാസ്തു നോക്കുന്നത് എന്നൊരു സംഭവം. അപ്പൊ ശരിക്കും എന്റെ ക്വസ്റ്റ്യൻ, വാസ്തുവിന് മതമുണ്ടോ? മതപരമായിട്ടാണോ ശരിക്കും വാസ്തു നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന ഇതാണ്? വാസ്തുവിന് മതമുണ്ടോ? വാസ്തുവിന് മതമുണ്ടോ? വാസ്തു ഏത് മതമാണ്? ഈ അടുത്തൊരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വാസ്തു നോക്കാവോ? അതെ, ക്രിസ്ത്യൻസിനും മുസ്ലിംസ്, കാരണം നമ്മൾ പൊതുവെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ സത്യാവസ്ഥ? വെരി ഗുഡ്, വെരി ഗുഡ്. വാസ്തു ശാസ്ത്രം. അപ്പൊ ആ പേര് തന്നെ എന്തുണ്ട്? ശാസ്ത്രം. അതൊരു ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന് മതമുണ്ടോ? ഇല്ല. ആദ്യം ഞാൻ, എൻ്റെ ശരീരം, ഇത് കഴിഞ്ഞിട്ടാണ് മതവും. ബോധം ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ മതവും ജാതിയൊക്കെ വരുന്നുള്ളൂ. പണ്ട് ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും കൂടി ഒരു സ്കൂളിൽ താമസിച്ചില്ലാണ്. അന്നൊരു മതവും ജാതിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു അല്ലേ. ഇല്ലത്തെ എന്താ പറയാ, നാരായണൻ നമ്പൂരിയും ഇപ്പോഴത്തെ റഹീമിക്കയും എല്ലാരും ഒരുമിച്ച് സ്കൂളിൽ ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലേ. കൊറോണ വന്നപ്പോഴും അങ്ങനെ തന്നെ ആയി അല്ലേ. അപ്പൊ ഇതൊക്കെ എപ്പോഴാ വരും, ഈ ജാതിയും മതമൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് വയറ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ്റെ ഉള്ളിൽ കുത്തുക എന്ന് പറയും. അതാണ് ഈ ജാതിയും മതമൊക്കെ. ഇപ്പോ തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു, സ്കൂളിൽ നിന്ന് ജാതിയും മതം ഒഴിവാക്കാൻ. ശരിക്കും റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. നല്ലതാണ്. കേരളത്തിൽ എന്നാണാവോ ഇതാകുക, പക്ഷെ കേരളത്തിൽ ഒരിക്കലും ആക്കില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ മതവും ജാതിയൊക്കെ വേണേ. എന്നാലേ ഉള്ളൂ കുറേ ആളുകൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സാധാരണക്കാരനെ ഉപയോഗപ്പെടുത്തുന്നു. ഇതെന്തിനാ വാസ്തുക്കാരൻ പറയണത്? വാസ്തുക്കാരൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വിഭാഗത്തിൻ്റെ അടുത്തും പോകാറുണ്ട്. എനിക്ക് എല്ലാ വിഭാഗത്തിലുള്ള ക്ലയൻസും ഉണ്ട്. ക്രിസ്ത്യൻസും ഉണ്ട്, ഇസ്ലാം ഉണ്ട്, മുസ്ലിം ഉണ്ട്, പാർസീസ് ഉണ്ട്, ഈവൻ സിഖുകാരടക്കമുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനിയിപ്പം എന്താ പറയുക, ഒരു ഇതുണ്ട്, സ്വരാഷിയൻസ് എന്ന് പറയും. സ്വരാഷിയൻസിൻ്റെ ഒരു സ്കൂളിൻ്റെ കോളേജിൻ്റെ വാസ്തു ഞാൻ നോക്കിയിട്ടുണ്ട്. സഞ്ജാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആ കോളേജിൻ്റെ അപ്പോൾ സ്വരാഷിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അഗ്നിയാണ് ദേവത. അല്ല, പറയുകയാണ് വാസ്തു ഒരു ശാസ്ത്രമാണ്, മനുഷ്യനുള്ള ശാസ്ത്രമാണ് വാസ്തു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ശ്വസിക്കുന്ന മനുഷ്യനാണോ. ശ്വാസം കഴിക്കുന്ന ആർക്കും ഈ ശാസ്ത്രം ഉപയോഗിക്കാം. ഉദ്ദേശം എത്രയേ ഉള്ളൂ, നമ്മളെ കേരളത്തിൽ വന്നതും ഭാരതത്തിൽ വന്നതുകൊണ്ടും ഇതൊരു എന്താണ് സംഖ്യയാണോ എന്നുള്ള ഒരു ഡൗട്ടാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതൊന്നുമല്ല, നമ്മളെ കേരളത്തിൽ വന്നതും ഭാരതത്തിൽ വന്നല്ലാണ്ട് നമുക്ക് ഇവിടുത്തെ വേറെ എന്ത് കാക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തിയോണ്ട് ശാസ്ത്രങ്ങളൊക്കെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്ലാം കേരളത്തിലല്ല ഉണ്ടായത്, പിന്നെ ക്രിസ്ത്യൻ കേരളത്തിലല്ല ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് അത് പ്രചരിപ്പിച്ചതാ. ആദ്യമായിട്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കിയത്, ആ പള്ളിക്ക് സാധനം കൊടുത്തത് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പണിക്കുള്ള സാധനമാണ് ആദ്യമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിക്ക് കൊടുത്തത് കേരളത്തിൽ. അപ്പോൾ നമ്മളെ സഹോദരന്മാർ, അവർക്ക് പള്ളി വേണം, അപ്പോൾ അത് കൊടുത്തു. ഭദ്രകാളിക്ക് ക്ഷേത്രത്തിന് വെച്ച സാധനങ്ങൾ എടുത്തിട്ടാണ് ആദ്യമായിട്ടുള്ള പള്ളിക്ക് കൊടുത്തത്. ഇത് ഒരു സത്യമാണ്, ചരിത്ര സത്യമാണ്. ഞാൻ പറയണ അത്രയേ ഉള്ളൂ. ഈ ജാതി മതം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതൊക്കെ വിട്ടുകളയുക. ആദ്യം തന്നെ തീരുമാനിക്കുക, നല്ല സമൃദ്ധിയിൽ ജീവിക്കണം. കുടുംബവും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ആയിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുക. ബാക്കിയൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. ഞാൻ വേണ്ട എന്നൊന്നും പറയില്ല. ആചാരങ്ങൾ വേണം, എന്നാലേ ഉള്ളൂ
എല്ലാത്തിനും നിലനിൽപ്പുള്ളൂ. ആചാരങ്ങൾ വേണം. അപ്പോൾ ഇത് പറയും ഓരോരോ കുലങ്ങളാണ്. കുലം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങൾ. അപ്പോൾ ഞാൻ ജനിച്ചു വീണത് ഹിന്ദു കുടുംബത്തിലായതിനെ കൊണ്ട് ഞാനൊരു ഹിന്ദുവായി. എൻ്റെ ഫ്രണ്ട് ഹാരിസ് ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലായതിനെ കൊണ്ട് അവനൊരു ഇസ്ലാമായി. ഇപ്പോൾ പേള് ജനിച്ചു വീണത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായതിനെ കൊണ്ട് ക്രിസ്ത്യനായി. ഇത് നമ്മൾ ജനിച്ചു വീണു അതുകൊണ്ട് നമ്മൾ അതാണ് എന്നല്ല. നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള ഓരോ ശാസ്ത്രങ്ങളും ഉപയോഗിക്കാം. കാരണം സമൃദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജന്മ അവകാശമാണ്. ദരിദ്രനായിട്ട് നിങ്ങൾ ജനിച്ചു, ഇന്ന വീട്ടിൽ ജനിച്ചനോ കൊണ്ടാ, നിങ്ങളാണോ ഉത്തരവാദി? വന്ന് പെട്ടുപോയതാ, അറിയുമ്പോൾ ഇത് നടപടിയൊക്കെ എടുക്കരുന്നു അല്ലേ? ഇനി ദരിദ്രനായിട്ടാണ് നിങ്ങൾ മരിക്കണത്, ആരോ ഉത്തരവാദി? നിങ്ങളതാണ് പ്രശ്നം. ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, ദരിദ്രനായോ ദരിദ്രൻ്റെ ഭാഷ ഒറ്റയൊന്നേ ഉള്ളൂ, അതാണ് വിശപ്പ്. അപ്പം ആദ്യം വിശപ്പ് കഴിഞ്ഞിട്ടുള്ളൂ എന്ത്? ഹിന്ദു ഇസ്ലാമൊക്കെ ഉള്ളൂ. പറയണത്രയേ ഉള്ളൂ, ശാസ്ത്രങ്ങൾക്കൊന്നും ജാതി മതമൊന്നുമില്ല. എൻ്റെ അടുത്ത് എല്ലാ ക്ലയൻസും വരാറുണ്ട്. ഇവൻ പള്ളിയിലച്ചന്മാരും വരാറുണ്ട്, അതുപോലെ തന്നെ നമ്പൂതിരിമാരും വരാറുണ്ട്. എല്ലാവരും വരാറുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൽ നല്ല മുസൽമാനായിട്ടുള്ള ആളുകളും സ്റ്റുഡൻസ് ഉണ്ട്, അവർ പഠിക്കുന്നുണ്ട്. കാലഘട്ടമൊക്കെ മാറി, നമ്മൾ എല്ലാ ശാസ്ത്രങ്ങളും ഉപയോഗപ്പെടുത്തണം. കാരണം ഇത് ഒരു സിസ്റ്റമാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇസ്ലാം പള്ളിക്ക് വലിയ മിനാരങ്ങൾ വന്നത്? വലിയ കണ്ടിട്ടില്ലേ? കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ അറേബ്യൻ നാടുകളിൽ ചൂടാണ് കൂടുതൽ. അപ്പൊ താഴത്തെ വായു ചൂട് പിടിച്ചിട്ട് വേഗം മുകളിലേക്ക് പോകണം. അതുകൊണ്ട് എന്താക്കി, മേലെ വലിയ മിനാരങ്ങളാക്കി. ഇനി നേരെ മറിച്ച് ക്രിസ്ത്യൻ പള്ളി എടുക്കുക. ക്രിസ്ത്യൻ പള്ളിയുടെയോ മേൽക്കൂര ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ക്രിസ്ത്യൻ ഇത് ഉത്ഭവിച്ചത് യൂറോപ്യൻ കൺട്രീസിലാണ്. അവിടെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ മഞ്ഞ് വീണാൽ അത് തങ്ങി നിൽക്കരുത്, അത് അങ്ങനെ തന്നെ ഒഴുകി പോകണം. അതിന് വേണ്ടിയിട്ട് എന്തായി, പള്ളികളുടെ അത് കൂർപ്പിച്ച് വെച്ചു. ഇതൊക്കെ ഏത് നാട്ടിലാണോ ഉണ്ടായത് അതിനനുസരിച്ച് ഒരു സിസ്റ്റം ഉണ്ടായി വന്നതാണ്. അതിന് ഹിന്ദുന്നോ ഇസ്ലാമെന്നോ ഒന്നുമില്ല, എല്ലാം വാസ്തുവാണ്. വാസ്തു എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട്, അതായത് നിർമ്മാണ രീതി. അപ്പം ഈ നിർമ്മാണ രീതി ഒന്ന് പറയും ദേശം, കാലം, കർമ്മം, ഇതിനനുസരിച്ച് മാറും. അതായത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് നൈഫും ഫോക്കും കൊടുക്കുകയാണ്, കാര്യം പേടിക്കുമോ? നമ്മളിവിടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് പിടിച്ചിട്ട് ഉരുളിയാക്കിയിട്ട് വിടുന്ന ആളുകൾക്ക് ഫോക്കും നൈഫൊക്കെ തന്നാൽ ശരിയാകുമോ? അത് ഓരോ നാട്ടിനും ഓരോരോ കൾച്ചറാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ നാട്ടിലും ഓരോ രീതിയിലും അപ്ലൈ ചെയ്യുന്നു. എന്നിരുന്നാലും അങ്ങനെയുള്ള ആളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ നൈഫും ഫോക്കും ഉപയോഗിക്കുന്നവർ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ പറ്റുമോ? ആ നാട്ടിലതായി, അത്രയേ ഉള്ളൂ. കൈകൊണ്ട് കഴിക്കുന്നത് മഹാമോശമാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് ഓരോ നാട്ടിൽ അങ്ങനെ ആചരിച്ചു, അത്രയേ ഉള്ളൂ അത്. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ പറയുമ്പോൾ അത്രയേ ഉള്ളൂ, നന്നായി ഭക്ഷണം കഴിക്കണം, സമൃദ്ധിയിൽ കഴിക്കണം. അതെങ്ങനെ കഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇഷ്ടംമാതിരി കഴിക്കാം, പക്ഷെ കഴിക്കണം എന്നാലേ നിലനിൽപ്പുള്ളൂ, അല്ലേ? അപ്പോൾ ഇതിനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ശാസ്ത്രം ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, സൂര്യൻ ഉദിക്കുന്നുണ്ട്, കിഴക്കുദിക്കുന്നുണ്ട്, പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട്, നമുക്ക് മാറ്റാൻ പറ്റുമോ? കുറേ കാലമായില്ലേ മൂപ്പരെ കിഴക്കുന്ന് ഉദിക്കുന്നത്, നാളെ മുതൽ പടിഞ്ഞാറെന്ന് ഉദിച്ചോളൂ എന്ന് പറഞ്ഞാൽ മാറുമോ? ഇല്ല. ഞാൻ ഈ ഹിന്ദു ആണ്, എനിക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാലാകുമോ? അല്ല, ഞാനത് മുസ്ലിമാണ്, ഞങ്ങൾക്കിതൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? എല്ലാവർക്കും ഏത് വിഭാഗമായാലും കിഴക്കിന് സൂര്യൻ ഉദിക്കുക. അപ്പം അതിനനുസരിച്ച് നമ്മളുടെ നിർമ്മാണങ്ങളും നമ്മളെ പ്രക്രിയകളും അതിനനുസരിച്ച് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് തന്നെ സമൃദ്ധി വരും. ഇതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അല്ല, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തിലേക്കാണ് ചെരിഞ്ഞു നിൽക്കണമെങ്കിലോ അവിടെയുള്ളതൊക്കെ നഷ്ടപ്പെടുക പോവുക. അപ്പോൾ ഇത് ഇത്രയേ പറയുന്നുള്ളൂ, ശാസ്ത്രം ഉപയോഗപ്പെടുത്തുന്നത് സമൃദ്ധി ഉണ്ടാക്കാനാണ്. അതിൽ ജാതി ഇല്ല, മതമില്ല, ഹിന്ദു ഇല്ല, ഇസ്ലാമില്ല, ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും യൂറോപ്യൻ കൺട്രീസിലും ഇവിടെയൊക്കെ ഇല്ലേന്ന്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ആ ദേശത്തിനനുസരിച്ച് അത് ഉപയോഗിക്കും. ഇപ്പോൾ ചൈനയിലാണെങ്കിൽ ഫെങ് ഷുയി എന്ന് പറയും. ഫെങ് എന്ന് പറഞ്ഞാൽ വിൻഡ്, ഷുയി മീൻസ് വാട്ടർ.
അതായത് ഫെങ്ഷുയിൽ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 സാധനം നമുക്ക് ജീവിക്കാൻ വേണ്ടതെന്നാണ്. അതായത് ഒന്ന് ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവസരങ്ങൾ, അതിനാണ് വിൻഡ് എന്ന് പറയുക. 2 ധനം, ധനത്തിനെയാണ് ഷുയി എന്ന് പറയുക, വാട്ടർ. അപ്പോൾ ഫെങ് ഷുയി എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റും വെള്ളം എന്നാണ് അർത്ഥം വരിക. അതായത് അവസരങ്ങളും ധനങ്ങളും, ധനം, അവസരവും ധനവും, ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അവിടെ ജാതി മതവും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. അവസരം ഉണ്ടാകണം, ജീവിക്കാൻ പറ്റണം. യെസ്, അത് ജീവിക്കണത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ കുറച്ചുകൂടി സമൃദ്ധി വരും. നമ്മൾ അധികം സ്ട്രഗിൾ ചെയ്യണ്ട, അധികം പാടുപെട്ട് കഷ്ടപ്പെട്ട് ഇതൊന്നും വേണ്ട. പകരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രപഞ്ചത്തിൻ്റെ താളത്തിലാകുമ്പോൾ നമ്മൾ ആ താളത്തിന് ഒത്തങ്ങോട്ട് പോയിക്കോളും. ഈ താളത്തിലുള്ള എന്താ പറയുക, ഭേത്താൾ എന്ന് പറയുക, അതായത് താളം മാറുന്നതാണ് എല്ലാ പ്രോബ്ലത്തിനും പ്രശ്നമാകുക, ബാലൻസ് തെറ്റുന്നത്. അപ്പം ഈ ബാലൻസ് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ താളവും പ്രപഞ്ചത്തിൻ്റെ താളവും ഒരുപോലെ കൊണ്ടുവരാനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അതിന് യാതൊരു നിറവുമില്ല. താങ്ക് യു വെരി മച്ച്. നല്ല ചോദ്യമാണ് കേട്ടോ അത്. അല്ല, ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയോ, അങ്ങനെയുള്ള നമ്മൾ സ്റ്റെക്കാകുമൊന്നും വേണ്ട, എന്നെ ഉപയോഗപ്പെടുത്തണം. ഭൂമിയുള്ള ശാസ്ത്രങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉയരണം, ഞാൻ സമൃദ്ധിയിൽ ജീവിക്കണം. ഞാൻ ഒറ്റയ്ക്കല്ലേ ഭൂമിയിൽ വന്നത്, ഇനി ഒറ്റയ്ക്ക് ഇനി എവിടുന്ന് പോവുകയും ചെയ്യാം. വന്ന സമയത്ത് ഞാൻ ഈ ഇസങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് നമ്മൾ അതാക്കിയിട്ട് മാമോദിസം മുക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെയാണ് ഓരോരോ കളറിലേക്ക് വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക.